പ്രതിപക്ഷമില്ലാത്ത മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റായി PA ജബ്ബാർ ഹാജിയെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. AP സ്മിജി വൈസ് പ്രസിഡന്റാകും. കാസർഗോഡ് നഗരസഭയിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തിന് അവകാശം ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. പാലക്കാട് നഗരസഭയിൽ P സ്മിതേഷ് BJPയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയാകും. കൊല്ലം കോർപ്പറേഷനിൽ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും. കോട്ടയം പാലാ നഗരസഭയിൽ ബിനു പുളിക്കാക്കണ്ടം UDFനെ പിന്തുണയ്ക്കും. അരീക്കോട് ഡിവിഷനിൽ നിന്ന് വിജയിച്ച ജബ്ബാർ ഹാജി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ്. സാദിഖ് അലി തങ്ങളുടെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും പ്രത്യേക താൽപര്യപ്രകാരമാണ് അന്തരിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ദലിത് ലീഗ് നേതാവുമായിരുന്ന AP ഉണ്ണികൃഷ്ണന്റെ മകൾ അഡ്വക്കേറ്റ് AP സ്മിജിയെ വൈസ് പ്രസിഡന്റായി പ്രഖ്യാപിച്ചത്. കാസർഗോഡ് നഗരസഭയിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തിന് അവകാശമുന്നയിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. പാലക്കാട് നഗരസഭയിൽ P സ്മിതേഷ് BJPയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയാകും. T ബേബി വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും മത്സരിക്കും. ഷൊർണൂർ നഗരസഭയിൽ CPM വിമത P നിർമ്മല LDFന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാകും. പട്ടാമ്പി നഗരസഭയിൽ ഭരണം പങ്കിടാൻ UDFൽ ധാരണയായി. ആദ്യത്തെ 2.5 വർഷം TP ഷാജി നഗരസഭാ ചെയർമാനാകും. അവസാന 2.5 വർഷം മുസ്ലിം ലീഗിന് ചെയർമാൻ സ്ഥാനം നൽകും. കൊല്ലം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് AK ഹാഫീസും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ ഉദയ സുകുമാരനും മത്സരിക്കും. ഘടകകക്ഷികളുടെ എതിർപ്പ് ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളിൽ ഞങ്ങൾക്കുള്ള പരിമിതികൾ ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. വീണ്ടും ചർച്ച ചെയ്യാം, കൊടുക്കില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. വീണ്ടും ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പരിഹരിക്കപ്പെടും. കോട്ടയം പാലാ നഗരസഭയിൽ ബിനു പുളിക്കാക്കണ്ടം, മകൾ ദിയ, സഹോദരൻ ബിജു എന്നിവരാണ് UDFനെ പിന്തുണയ്ക്കുക. കോൺഗ്രസ് വിമത മായ രാഹുലിന്റെ പിന്തുണയും UDFന് ലഭിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 മലപ്പുറം.